നാരായണ 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 നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവീ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുൽഗണേഭ്യാം. സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 രാമ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ 351 ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കിഷ്കിന്ധാകാണ്ഡത്തിലെ 56 സർഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്ത് അതിലെ കഥാഭാഗം അനുസ്മരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കണ്ടു, വാനരന്മാർ കൂട്ടം കൂട്ടമായി അംഗദൻ്റെ നേതൃത്വത്തിൽ പ്രായോപവേശം ചെയ്യുകയാണ്. ഹനുമാൻ്റെ പ്രതിഷേധ ശബ്ദങ്ങൾക്ക് വകവയ്ക്കാതെ അംഗദൻ പ്രായോപവേശം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മറ്റുള്ള മർക്കടന്മാരൊക്കെ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനടുത്ത് കിടന്നിരുന്ന ഒരു കഴുകൻ, സമ്പാദി എന്നാണ് പേര്, ആ സമ്പാദി ഇവരുടെ സംസാരമെല്ലാം കേട്ട് എന്താണ് ഇവർ ജടായുവിൻ്റെ കാര്യമെല്ലാം പറയുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടി അംഗദനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ജടായുവിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്? ജടായു എൻ്റെ സഹോദരനാണല്ലോ, കുറേ കാലമായി ജടായുവിനെ കണ്ടിട്ട്. എന്ത് സംഭവിച്ചു ജടായുവിന്? മാത്രമല്ല നിങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ കാര്യങ്ങളും എല്ലാം പറയുന്നത് കേട്ടു. എന്താണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ, എവിടേക്ക് പോകുന്നു, എന്താണ് ഉദ്ദേശം എന്നെല്ലാം ചോദിക്കുകയാണ് സമ്പാദി. ആ സമ്പാദിയുടെ ചോദ്യങ്ങൾ, ജടായുവിൻ്റെ സഹോദരനായിട്ട് സമ്പാദിയുടെ ചോദ്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. വളരെ ചെറിയൊരു അധ്യായം. നമുക്ക് ആ അധ്യായം പാരായണം ചെയ്യാം. അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം. അഥ വാൽമീകി രാമായണേ കിഷ്കിന്ധാകാണ്ഡേ षट्पञ्चाशत् सर्ग. उपविष्टासुते सर्वे यस्मिन् प्रायं गिरिस्थले हरयो गृध्रराजस्य तं देशमुपचक्रमे. सम्पादिर्नाम नाम्ना तु चिरञ्जीवी विहङ्गमा. भ्राता जडायुष श्रीमान् प्रख्यातबलपौरुषा. कन्दरादभिनिष्क्रम्य स विन्ध्यस्य महागिरे. उपविष्टान् हरीन् दृष्ट्वा हृष्टात्मा गिरमब्रवीत्. विधिः किल नरं लोके विधानेनानुवर्तते यथायं विहितो भक्षिशिरान्मह्यम् उपागता. परम्पराणां भक्षिष्ये वानराणां मृतं उवाचेदं वचः पक्षी तान् निरीक्ष्य प्लवङ्गमान्. तस्य तद्वचनं श्रुत्वा भक्ष्यलुब्धस्य पक्षिणा अङ्गदः परमायस्तावो हनुमन्तमथाब्रवीत्. पश्य सीतावदेशेन साक्षात् वैवस्वतो यमाम् इमं देशमनुप्राप्तो वानराणां विपत्तये. रामस्य न कृतं कार्यं राज्ञो न च वचः कृतं हरीणां इयमज्ञाता विपत्तिः सहसा गता. वैदेह्या प्रियकामेन कृतं कर्म जडायुषां गृध्रराजेन यत्तत्र श्रुतं वस्तदशेषताम्. तथा सर्वाणि भूतानि चिद्यज्ञोनि गतान्यपि प्रियं कुर्वन्ति रामस्य त्यक्त्वा
പ്രാണാൻ യഥാ വയം അന്യോന്യമുപകുർവന്തി കാരുണ്യയന്ത്രിതാം തേന തസ്യോപകാരാർത്ഥം ത്യജിതാത്മാനമാത്മനാം പ്രിയം കൃതം ഹി രാമസ്യ ധർമ്മജ്ഞേന ജടായുഷാം രാഘവാർത്ഥേ പരിശ്രാന്താം വയം സ്യം ത്യക്തജീവിതാം കാന്താരാണി പ്രപന്നാസ്മ ന ച പശ്യാമ മൈഥിലീം സുസ്കീ ഗൃധ്രരാജസ്തു രാവണേന ഹതോരണേ മുക്തശ്ച സുഗ്രീവഭയാൽ ഗതശ്ച പരമാംഗതിം ജടായുഷോ വിനാശേന രാജ്ഞോ ദശരഥസ്യ ച ഹരണേന ച വൈദേഹ്യ സംശയം ഹരയോ ഗതാഹം രാമലക്ഷ്മണയോർവാസാം അരണ്യേ സഹസീതയാ രാഘവസ്യ ച ബാണേന ബാലിനസ്യ തഥാ വധാം രാമകോപാദശേഷാണാം രാക്ഷസാനാം തഥാ വധാം കൈകേയ്യാവരദാനേന ഇദം ഹി വികൃതം കൃതം തത്സുഖമനുകീർത്തിതം വചോ ഭുവി പതിതാംശ സമീക്ഷ്യ വാനരാൻ ഭൃശചലിതമതിർ മഹാമതി കൃപണമുദാഹൃതവാൻ സ ഗൃധ്രരാട്ട് ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകീയാദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം കിഷ്കിന്ധാകാണ്ഡേ സമ്പാദിപ്രശ്നോ നാമ षट्पञ्चाशत् सर्गा सर्वत्र रामनामसङ्कीर्तनं राम 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 രാമ 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 രാമ. അങ്ങനെ പർവ്വതസാനുവിൽ വാനര സൈന്യങ്ങളെല്ലാം പ്രായോപവേശം ചെയ്ത് കിടക്കുന്നതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ സർഗത്തിൻ്റെ അവസാന ഭാഗത്ത്. തെക്കേ സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ അവർ ദർഭപുല്ലൊക്കെ വിരിച്ച് അതിന് മീതെ കിടന്നു എന്നാണ് പ്രായോപവേശം എന്നുള്ള സങ്കല്പത്തിൽ. അപ്പോൾ അതിൻ്റെ അടുത്താണ് സുപ്രസിദ്ധ ബലപൗരുഷങ്ങളോട് കൂടിയ സമ്പാദി എന്നുള്ള കഴുകൻ, ജടായുവിൻ്റെ സഹോദരൻ. ചിരഞ്ജീവിയാണ് ആ സമ്പാദി എന്നുള്ള ഗൃധ്രരാജാവ്. ജടായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ആ സമ്പാദി. അതിനടുത്താണ് കിടന്നിരുന്നത്. സമ്പാദി ഇവരുടെ സംഭാഷണമെല്ലാം കേട്ടു. പതുക്കെ പതുക്കെ താൻ കിടന്നിരുന്ന ആ പർവ്വതസ്ഥാനുക്കളിൽ നിന്ന് പതുക്കെ ഇഴഞ്ഞു നീങ്ങി പുറത്തേക്ക് വന്നു എന്നാണ്. ആ കഴുകനാണെങ്കിൽ, സമ്പാദിക്കാണെങ്കിൽ പറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ചിറകെല്ലാം കരിഞ്ഞുപോയി, എഴുന്നേൽക്കാനും യാത്ര ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലാണ് സമ്പാദിയുടെ കിടപ്പ്. ഈ ധാരാളം വാനരന്മാർ നിരന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ സമ്പാദിക്ക് സന്തോഷമായി. ആത്മഗതമായിട്ട് പറഞ്ഞു എന്നാണ്, ഏതായാലും നന്നായി, ഇത്രയധികം വാനരന്മാരെ ഒരുമിച്ച് കാണാൻ സാധിച്ചുവല്ലോ. എനിക്ക് ഇത്തരം ജീവികളെ കൊന്നു തിന്നലാണ് എൻ്റെ പണി. ഇത്തരം ജീവികളാണ് എൻ്റെ ആഹാരം. അനേക കാലം കഴിഞ്ഞാലും എനിക്ക് യാതൊരു ദാരിദ്ര്യവുമില്ലാതെ ഭക്ഷിക്കാനുള്ള വാനരന്മാരുണ്ട് ഈ കൂട്ടത്തിൽ. ഈ കൂട്ടത്തിൽ, ഈ വാനരക്കൂട്ടത്തിൽ വയ്യാത്ത വാനരന്മാരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, മരിക്കാൻ തുടങ്ങുന്നവരും ഒക്കെ ഉണ്ടെന്നർത്ഥം. അപ്പോൾ അവരൊക്കെ യഥേഷ്ടം എനിക്ക് ഭക്ഷിക്കാൻ സാധിക്കുമല്ലോ കുറേ കാലത്തേക്ക്, സമാധാനമായി എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് സമ്പാദി അങ്ങനെ ചിന്തിച്ചു എന്നാണ്. അത് കേട്ടു, അത് പതുക്കെ പറഞ്ഞ എങ്കിലും അത് കേട്ടു അങ്കദന് പേടിയായി. ഏതോ ഒരു വലിയൊരു പക്ഷി തൻ്റെ അടുത്ത് വന്ന് കിടന്ന് തങ്ങളെയൊക്കെ കൊല്ലുമെന്നും തിന്നുമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി അങ്കദൻ ഹനുമാനോട് പറയാണ്, തസ്യതത് വചനം ശ്രുത്വ ഭക്ഷ്യലുബ്ധസ്യ പക്ഷിണ അങ്കദ പരമായസോ ഹനുമന്തം അഥാ അബ്രവീത്. ഹനുമാനോട് പറയാണ് അങ്കദൻ, പശ്യ സീതാവദേശേന സാക്ഷാത് വൈവസ്വതോ യമാം ഇമം ദേശമനുപ്രാപ്തോ വാനരാണാം വിപത്തയെ. അല്ലയോ ഹനുമാനോട് പറയാണ്, ഹനുമാനെ, കഴുകൻ്റെ രൂപത്തിൽ സാക്ഷാൽ യമദേവൻ തന്നെ ഇവിടെ വന്ന് ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളെയൊക്കെ കൊല്ലാൻ വേണ്ടി. നമ്മളാണെങ്കിൽ ശ്രീരാമദേവൻ പറഞ്ഞ കാര്യം നമുക്ക് സഫലീകരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പെട്ടെന്ന് ഓരോ ആപത്ത് വന്നു ചേർന്നു നമുക്ക്. സീതാദേവിയുടെ പ്രിയത്തിന് വേണ്ടിയിട്ട് ജടായു തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു. അവസാന കാലം ജടായു ചെയ്തതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ.
ഇത്തരം പക്ഷികൾക്ക് പോലും പരസഹായം ചെയ്യാനായിട്ട് സാധിക്കണം. ചിന്തക്കുകൾ സ്വന്തം ജീവനെ ബലികഴിച്ചുകൊണ്ടും ശ്രീരാമകാര്യ സാധ്യത്തിന് വേണ്ടി ശ്രമിച്ചു ജടായു. ആ ജടായുവിൻ്റെ സഹോദരനാണ് ഈ സമ്പാദി എന്ന് പറയുന്നു. എന്തായാലും സ്നേഹവും കാരുണ്യവും ഒക്കെ കൊണ്ട് ഇത്തരം പക്ഷികൾ ഉപകാരസ്മരണയോടെ ശരീരം വെടിയുന്നതല്ലേ നമ്മൾ കാണുന്നത്. നമുക്കതിനൊന്നും സാധിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അന്യോന്യം ഉപകുർവന്തി സ്നേഹകാരുണ്യയന്ത്രിതാം തേന തസ്യോപകാരാർത്ഥം ത്യജതാത്മാനമാത്മനാം. മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാവിനെ, സ്വന്തം ശരീരത്തിനെ ത്യജിക്കാൻ പോലും അവർ തയ്യാറായി, കഴുകന്മാർ. നമ്മളാണെങ്കിലോ ഈ ആരണ്യങ്ങളിലെ വലിയ വലിയ വനങ്ങളിൽ അലഞ്ഞു നടക്കണു. ഇതുവരെ നമുക്ക് സീതാദേവിയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. വൃദ്ധരാജാവായിരുന്ന ജടായുവും യുദ്ധത്തിൻ്റെ പോരാട്ടത്തിൽ രാവണനോടുകൂടി യുദ്ധം ചെയ്ത് സ്വയം വീരസ്വർഗം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ജടായുവിൻ്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സുഗ്രീവനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളോ ഈ സുഗ്രീവനെ, ദുഷ്ടനായ സുഗ്രീവനെ ഭയപ്പെട്ടുകൊണ്ട് കിഷ്കിന്ധയിലേക്ക് പോകാൻ പറ്റാതെ ഇവിടെ ഇതാ മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് കിടക്കുന്നു. എല്ലാം ആപത്തുകളും വന്നുവിട്ടു. ആലോചിച്ച് നോക്കിയാൽ അംഗദൻ പറയാണ്, എന്തെല്ലാം ആപത്തുകളാണ് വന്നത്. ദശരഥ മഹാരാജാവിൻ്റെ ചരമം, ജടായുവിൻ്റെ മരണം, സീതയെ അപഹരിച്ചു കൊണ്ടുപോകൽ, അതുപോലെ തന്നെ വാനര സൈന്യങ്ങളുടെ ഈ ദുരിതം മുഴുവൻ, ശ്രീരാമലക്ഷ്മണന്മാരുടെ സീതാദേവിയോടൊത്തുള്ള വനവാസം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ദുരിതങ്ങൾ നമുക്കെല്ലാവർക്കും സംഭവിച്ചില്ലേ. ഇതിനൊക്കെ എന്താ കാരണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തോന്നുകയാണ്, ഇതെല്ലാം കൈകേയി മാതാവിൻ്റെ ദുഷ്ട സ്വഭാവം കൊണ്ടല്ലേ, ദുഷ്ടബുദ്ധി കൊണ്ടല്ലേ, ആ കൈകേയിക്ക് വരം കൊടുത്തുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. ഇങ്ങനെ പല പല കാര്യങ്ങളും അംഗദൻ ഹനുമാനോട് പറയുകയാണ്. ഹരണേന ച വൈദേഹ്യ സംശയം ഹരയോഗതാം രാമലക്ഷ്മണയോർവാസ അരണ്യേ സഹ സീതയാ രാഘവസ്യ ച ബാണേന ബാലിനശ്ച തഥാവധം രാമകോപാവദേശാണാം രാക്ഷസാനാം തഥാവധാം കൈകേയ്യാ വരദാനേന ഇതം ഹി വികൃതം കൃതം. ഇങ്ങനെയുള്ളൊരു വികൃതമായ അവസ്ഥ വരാൻ കാരണം, ഇങ്ങനെയൊരു വല്ലാത്തൊരവസ്ഥ വരാൻ കാരണം കൈകേയി മാതാവിന് ദശരഥ മഹാരാജാവ് കൊടുത്ത വരത്തിൻ്റെ വരം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ആ ദേവിക്ക് നല്ല ബുദ്ധി തോന്നിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നെല്ലാം അംഗദൻ ഹനുമാനോടെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വീണ്ടും വീണ്ടും സമ്പാദിക്ക് സംശയങ്ങൾ കൂടി വരികയാണ്. തൻ്റെ കൂർത്ത കൊക്കുകൾ ഒതുക്കിക്കൊണ്ട് സമ്പാദി ചോദിക്കുകയാണ് അവരോട്, ആരാണ് നിങ്ങൾ എൻ്റെ സഹോദരൻ ജടായുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ജടായുവിനെ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. എൻ്റെ സഹോദരനാണ് ജടായു. എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ജടായുവിൻ്റെ മരണത്തെപ്പറ്റിയൊക്കെ പറയുന്നല്ലോ നിങ്ങൾ. അതറിഞ്ഞിട്ട് ഞാൻ വല്ലാതെ വിഷമിക്കണു. അനേക കാലമായി ഞങ്ങളത്തെ പരസ്പരം കണ്ടിട്ട്, അനുജനെ കണ്ടിട്ട്. ഇപ്പോൾ നിങ്ങളൊരു ഉപകാരം ചെയ്യൂ എന്നെ. ഈ പർവ്വതദുർഗത്തിൽ നിന്ന് എന്നെ ഒന്ന് ഇറക്കി വയ്ക്കാൻ പറ്റുമോ എന്നാണ്. എനിക്ക് പറക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഞാൻ ആകെ അവശനായിട്ടിരിക്കുകയാണ്. സൽഗുണസമ്പന്നനായിട്ടുള്ള എൻ്റെ സഹോദരൻ്റെ വർത്തമാനം കേട്ടിട്ട് അത് വീണ്ടും വീണ്ടും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ജടായു ചരിതം വിസ്തരിച്ച് എന്നോട് പറഞ്ഞു തരണേ എന്നാണ്. സുഖമായി ജീവിച്ചിരുന്ന ജടായുവിന് ശരീരനാശം എങ്ങനെ സംഭവിച്ചു എന്നെല്ലാം കുറേ ചോദ്യങ്ങൾ ഇതാ സമ്പാദി അംഗദനോടൊക്കെ ചോദിക്കുകയാണ്, വാനരന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ അംഗദൻ വിസ്തരിച്ച് സമ്പാദിയോട് ശ്രീരാമ ചരിത്രം, ഭഗവാന്റെ ചരിത്രം, എന്തെല്ലാം ഇതുവരെ സംഭവിച്ചു എന്നെല്ലാം പറയാനായിട്ട് തുടങ്ങുകയാണ്. അടുത്ത സർഗത്തിലാണ് ശ്രീരാമ വൃത്താന്ത കഥനം വർണ്ണിക്കുന്നത്. സമ്പാദിയോട് അംഗദൻ പറയുന്ന ശ്രീരാമചരിതം. നമുക്ക് അടുത്ത സർഗം പാരായണം ചെയ്തതിന് ശേഷം
അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഈ വാക്കുകളെല്ലാം ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര രാമനാമ സങ്കീർത്തനം. രാമ 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 രാമ.